അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. ബിസ്മി റിയൽ എസ്റ്റേറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്നുള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ടൗണിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയിട്ട്, അതായത് ഈസ്റ്റ് ഒറ്റപ്പാലത്ത് നിന്ന് മണ്ണാർക്കാട്ട് പോണ റോഡിൽ കിണർ സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് നമ്മൾ മുരുക്കുംപറ്റ പ്ലാത്തറിൻ്റെ ഒക്കെ സെൻറ്ററിലായിട്ട്. അപ്പോൾ ഈ ടാറിങ് റോഡിൽ നിന്ന് ഒരു 30 മീറ്റർ മാത്രം മാറിയിട്ട് കോൺക്രീറ്റ് റോഡിൻ്റെ സൈഡിലുള്ള ഒരു വീടാണ് നമുക്ക് കാണാനുള്ളത്. എന്ന് പറയുന്നത് വീടുകളുടെ പരിസരമാണ്. ഇവിടെ സ്ഥലത്തിന് തന്നെ ഈ റോഡ് സൈഡിൽ തന്നെ നമുക്ക് 2-2.5 വില വരുന്ന ഏരിയ ആണ്. മെയിൻ റോഡിൽ നിന്ന്, അതായത് ഒറ്റപ്പാലം മണ്ണാർക്കാട് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ദൂരം വരുന്നത് വെറും ഒരു 300 മീറ്റർ മാത്രമാണ് ഈ വീടിൻ്റെ അവിടേക്ക്. അപ്പോൾ നമുക്ക് ഈ ടാറിങ് റോഡിൽ നിന്ന് ഈ കാണുന്ന കോൺക്രീറ്റ് റോഡിനാണ് നമ്മുടെ വീടുള്ളത്. ആ നേരെ കാണുന്ന ടെറസ് വീടിൻ്റെ സൈഡിലാണ്. അപ്പോൾ ഒരു 30 മീറ്റർ നമുക്ക് ഈ കോൺക്രീറ്റ് റോഡാണ്. ഇതിൽ നമുക്ക് ഓട്ടോ, അതേപോലെ ഗൂഡ്സ്, അങ്ങനത്തെ ചെറുവണ്ടികളെ വരുള്ളൂ. ചെറിയ അൾട്ടോ കാറൊക്കെയാണ് വരുള്ളൂ, വലിയ വണ്ടികൾ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ റേറ്റിന് കൊടുക്കുന്നതും. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നമുക്ക് ഒരു സെൻറ്റിന് 1,20,000 കണക്കാക്കിയിട്ട് 8.5 സെൻറ്റിന് 9,60,000 രൂപയാണ് വീട് ഉൾപ്പെടെ. അതിലൊരു നാടൻ കിണറുണ്ട്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കാണാം. അപ്പോൾ നമ്മൾ നേരെ ഈ കോൺക്രീറ്റ് റോഡിന് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ നമുക്ക് നിറയെ വീടുകളാണ്. അപ്പോൾ ഈ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇതാണ് നമുക്ക് കിടക്കുന്ന എൻട്രൻസ്. അതൊരു 10 അടി 11 അടി വീതിയുണ്ട്. എല്ലാ വണ്ടിയും കിടക്കാനുള്ള വീതിയുണ്ട്. നമുക്ക് വരുന്ന വഴി മാത്രം ചെറിയ വണ്ടികളെ വരുള്ളൂ എന്ന് മാത്രം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളൊരു അതിര് തുടങ്ങുന്നത്. ഇതിൽ താമസയോഗ്യമായൊരു വീടുണ്ട്, ഒരു ഓപ്പൺ കിണറുണ്ട്, തൊട്ട് നിറയെ വീടുകളുണ്ട്. 8.5 സെൻറ്റ് സ്ഥലമാണ്. ഇതിൽ നമുക്ക് ആധാരത്തിൽ 8 സെൻറ്റാണ് വരുന്നത്. അളവിൽ നമുക്ക് 8.5 സെൻറ്റ് സ്ഥലമുണ്ട്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ ചില്ലറ മരങ്ങളുണ്ട്. ഒരു തെങ്ങുണ്ട്, അതേപോലെ ഒരു മാവുണ്ട്. 100% നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ്. ഇഷ്ടംപോലെ വെള്ള സൗകര്യമുള്ള സ്ഥലമാണ്. ഒരു സൈഡിൽ അതിന് നമുക്ക് ഈ കാണുന്ന കമ്പി വേലിയാണ്. അപ്പോൾ 4 ഭാഗത്ത് അതിരുകളൊക്കെ വളരെ ക്ലിയറാണ്. സ്ഥലത്തിൻ്റെ വിലക്കാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടാൻ പോകുന്നത്. വീട് ഇതിൽ നമുക്ക് തികച്ചും ഫ്രീ ആണ്. നമ്മളത് കൂടെ നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ള ടാങ്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെയാണ് നമുക്ക് നാടൻ കിണർ വരുന്നത്. അപ്പോൾ യഥേഷ്ടം വെള്ള സൗകര്യം ഉണ്ട്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഏരിയ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് വീടിൻ്റെ ഒരു സൈഡ് വരുന്നത്. ഇതിൽ പിന്നെ 2 സൈഡിൽ നമുക്ക് മതിലാണ്. 2 സൈഡ് ഇങ്ങനെ കമ്പിവേലി. ഈ കാണുന്ന സൈഡും ഫ്രണ്ടേജും കമ്പിവേലി. 2 സൈഡിൽ നമുക്ക് മതിലാണ് വരുന്നത്. ഈ ഭാഗത്ത് ഈ ഫ്രണ്ടേജിലാണ് ഈ ഷീറ്റ് അവർ അഴിക്കും. ഈ ഷീറ്റ് ഉണ്ടാവില്ല കച്ചവടത്തിൽ. ഈ ഷീറ്റ് അവർ അഴിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണിച്ചു തരികയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. ഇതാണ് നമ്മളെ ഫ്രണ്ടേജിൽ കാണുന്ന ഭാഗം. ഈ ഭാഗത്തൊക്കെ നമുക്ക് 2-3 മരങ്ങളുണ്ട്. ഈ ഭാഗത്ത് ഒരു വിറക് വരയാണ്. അപ്പോൾ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്ത് ഫ്രീ ആയിട്ട് നല്ല സ്പേസ് ഉണ്ട്. കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ ഭാഗത്ത്. അതേപോലെ തന്നെ നമ്മൾ തൊട്ടതിരുള്ള വീടുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 ഭാഗത്തും നിറയെ വീടുകളുടെ പരിസരമാണ്. ഈ സൈഡിലാണ് നമുക്ക് അതിരിൽ മതിലുള്ളത്. അതേപോലെ തന്നെ നമ്മളെ വീടിൻ്റെ ഒരു സൈഡിലാണ് വീട്. പിന്നെ മണ്ണിൻ്റെ ചുമരൊന്നല്ല, ഹോളോ ബ്രിക്സിലാണ് ഫുള്ള് കെട്ടിയിട്ടുള്ളത്. ഇനി വാങ്ങിക്കുന്ന പാർട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് തേച്ച് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ താമസയോഗ്യമായ വീട് തന്നെയാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ ചില്ലറ പച്ചക്കറികളും അതേപോലെ മരങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട്. ഇതിൻ്റെ ഏറ്റവും ബാക്ക് സൈഡ് ഇതാണ്. ഈ ബാക്ക് സൈഡ് നമുക്ക് വീടുകളാണ്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഉൾഭാഗം കാണാം. ഈ കാണുന്ന ഷീറ്റാണ് അവർ അയച്ചെടുക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന വീട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നേരെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ഹാള്, അതേപോലെ തന്നെ ഹാളിനോട് ചേർന്നിട്ട് ഒരു ബെഡ്റൂമുണ്ട്. മരങ്ങൾ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഒരു ബെഡ്റൂം. അത്യാവശ്യം ഒരു കട്ടിലിടാനുള്ള വലുപ്പത്തിലുള്ള ഒരു ബെഡ്റൂമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്കിവിടെ ചെറിയൊരു ഡൈനിങ് ഹാളുണ്ട്, ചെറിയൊരു ഹാള്. ഈ ഹാളിൽ നിന്ന് വീണ്ടും ഒരു ബെഡ്റൂം. അങ്ങനെ 2 ബെഡ്റൂമാണുള്ളത്. ബെഡ്റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്ത് അടുക്കള. അങ്ങനെ അടുക്കള സൗകര്യം. അതേപോലെ തന്നെ ഇതിനോട് ചാരിയിട്ട് നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട്. അകത്ത് തന്നെ നമുക്ക് പാത്രം കഴുകാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, പൈപ്പ് കണക്ഷനൊക്കെ. അതേപോലെ തന്നെ ഇവിടെ നാടൻ അടുപ്പുണ്ട്. അപ്പോൾ ഒരു ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ളതാണ്. കൂടാതെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കോമൺ ആയിട്ട് ഒരു ടോയ്ലറ്റും ഉണ്ട്. അകത്ത് തന്നെ ടോയ്ലറ്റ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ കണ്ട പ്രോപ്പർട്ടി ഒരിക്കൽ കൂടി പറയുകയാണ്. പാലക്കാട് ജില്ലയിൽ നമ്മൾ ഒറ്റപ്പാലത്ത് നിന്ന് 5 കിലോമീറ്റർ, അതായത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ നമുക്ക് ദൂരം വെറും 5 കിലോമീറ്ററുള്ളൂ. അതേപോലെ സ്കൂളുകൾ, മദ്രസകൾ, പള്ളികൾ, സൗകര്യങ്ങൾ, അമ്പലങ്ങൾ, എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഏരിയയിലാണ്. അപ്പോൾ ഇതിന് വില വരുന്നത് 9,60,000 രൂപയാണ്. 8.5 സെൻറ്റ് സ്ഥലമാണ്. താമസയോഗ്യമായൊരു വീടുണ്ട്, നാടൻ കിണറുണ്ട്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 300 മീറ്ററാണ് ദൂരം. ടാറിങ് റോട്ടിൽ നിന്ന് 30 മീറ്റർ മാത്രമാണ് നമുക്കൊരു ചെറിയ വണ്ടികൾ പോകാനുള്ള സൗകര്യമുള്ളത്.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ ഓണർ നമ്പറാണ് നമ്മളിൽ കൊടുക്കുന്നത്. അപ്പോൾ കാണാനുള്ളവർ ആളെ നേരിട്ട് വിളിക്കുക, വന്ന് കാണുക. ഇത് റേറ്റ് പിന്നെ ഫൈനൽ റേറ്റ് ആണ്, നെഗോഷ്യബിൾ അല്ല. അതൊക്കെ ആളുമായിട്ട് നേരിട്ട് സംസാരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.